Hi, hello, welcome back to my channel. You're with Ananya, and another video is going to be a college makeup look. College/office/school, high school makeup look ആണ്. സോ ആദ്യം തന്നെ പറയട്ടെ, ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്കറിയാം നമ്മൾ രാവിലെയൊക്കെ എങ്ങനെയാണ് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പെട്ടെന്ന് പോകുന്നത്, ഉറക്കുന്നതിന് ചാടി ഇടിച്ചൊക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം. അപ്പം നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കൊന്ന് പ്രസൻറ്റബിൾ ആയിട്ട് പോകണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് പോകണം. ഉറക്കത്തിൽ നിന്നൊക്കെ എണിച്ച് പോകാതെ വൃത്തിക്ക് പോകണം. പക്ഷേ ടീച്ചേഴ്സ് ഒന്നും ചോദിക്കുകയും ചെയ്യരുത് ഫാഷൻ ഷോയ്ക്കാണോ വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ലുക്കാണിത്. ഞാൻ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം അഫോർഡബിൾ ആണ്. ജസ്റ്റ് 500 റുപ്പീസിൻ്റെ ഒക്കെ അകത്തുള്ള പ്രൊഡക്ട്സ് മാത്രമാണ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഈസിയാണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ സ്കിൻ കെയറിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടാക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാനൊരു റീസണും ഉണ്ട്. ഞാൻ ഈ മോയ്സ്ചറൈസർ ഒരുപാട് നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാണ്. എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്. ആൻഡ് ഈ മോയ്സ്ചറൈസർ എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്ത് പോകുന്നൊരു മോയ്സ്ചറൈസറാണ്. 2-3 മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ സ്കിന്നിന് ചെറിയ ഓരോ പ്രശ്നങ്ങൾ വരുത്തി തുടങ്ങി. അപ്പം ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങളിപ്പോൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിന് 50 റുപ്പീസേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഒരു വലിയ ബോക്സ് കിട്ടും. അതിന് എനിക്കൊന്ന് 300ൻ്റെ ബില്ലോ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു 7-8 മാസം സുഖമായിട്ട് പോവും. അപ്പോൾ ഭയങ്കര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അഫോർഡബിൾ ആണ്, നല്ലൊരു ഓപ്ഷനാണിത്. എൻ്റെ നോർമൽ സ്കിന്നാണ്, ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യും. സോ ആദ്യം തന്നെ ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത സൺസ്ക്രീൻ ആണ്. ഇത് രണ്ടും ബേസിക് സ്കിൻ കെയർ ആണ്. ഇപ്പം നമ്മൾ ഫേസിൽ മേക്കപ്പ് ഇടുവാണെങ്കിലും ഇല്ലെങ്കിലും ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. സൺസ്ക്രീനിൽ പറയുകയാണെങ്കിലും ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അക്കോളജിക്കയുടെ ഗ്ലോ ഡൂയി സൺസ്ക്രീൻ ആണ്. പപ്പായ വേരിയൻറ്റിലാണ്. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ഇതും സജസ്റ്റ് ചെയ്യും. ബിക്കോസ് മോയ്സ്ചറൈസർ പോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ കുറച്ച് സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. നോർമൽ അഫോർഡബിളും യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹൈ പ്രൈസ് റേഞ്ച് വരുന്നതും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ നിന്നൊന്നും കിട്ടാത്തൊരു പെർഫെക്റ്റ് സാധനം ഇതിൽ നിന്ന് കിട്ടി. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ സ്കിന്നിന് ഓയിലി ആക്കത്തില്ല, ഗ്രീസി ആക്കത്തില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളും വരത്തില്ല. ജസ്റ്റ് ഭയങ്കര കംഫർട്ടബിൾ, വൈറ്റ് കാസ്റ്റും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത് സ്കിന്നിൽ ഫീൽ ചെയ്യാം. ഞാൻ ലിപ്സിൽ ലിപ്പ് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബേസിക് സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കോളേജിലൊക്കെ പോകുമ്പം ഒരു മേക്കപ്പ് ലുക്ക് കൂടിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ബേസ് ഭയങ്കര ലൈറ്റായിട്ട് വെക്കുക. നിങ്ങൾക്ക് BB ക്രീം, CC ക്രീം അല്ലെങ്കിൽ ഒരു സ്കിൻ ടിൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ് ബേസായിട്ട്. ഫൗണ്ടേഷനൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഫൗണ്ടേഷനൊന്നും ഇട്ട് ഡെയിലി കോളേജിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ലല്ലോ ഫൗണ്ടേഷനൊന്നും കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ. അപ്പം നിങ്ങൾക്ക് BB ക്രീം യൂസ് ചെയ്യാം, CC ക്രീം യൂസ് ചെയ്യാം, സ്കിൻ ടിൻറ്റ് യൂസ് ചെയ്യാം. ഇത് മൂന്നിലും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക സ്കിൻ ടിൻറ്റ് ആണ്. ബിക്കോസ് നമ്മുടെ ഫേസ് ഒരു ഈവൻ ടോൺ ആക്കി തരും സ്കിൻ ടിൻറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ജസ്റ്റ് ഹെർബ്സിൻ്റെ സ്കിൻ ടിൻറ്റ് ആണ്. ഇതും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് വരുന്നത്. എനിക്കൊന്ന് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 ആണ്. 400-ന് താഴെ അണ്ടർ 500 വരുന്ന വേറെ കുറേ സ്കിൻ ടിൻസ് ഉണ്ട്. BB ക്രീം ഉണ്ട്, CC ക്രീം ഉണ്ട്. അപ്പം ഞാൻ വീഡിയോ ചെയ്യാം. കൈ കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് സ്കിൻ ടിൻ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൈറ്റാണ് നമ്മുടെ ഫേസിൽ വരുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുകയും ചെയ്യും, നല്ല ഈവൻ ടോൺ തരുകയും ചെയ്യും. അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ജസ്റ്റ് ഒരു ഈവൻ ടോൺ കൊടുത്തിട്ടുണ്ട് ഫേസിന് ഫുള്ള്. അപ്പോൾ നമുക്ക് കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇത്രയും കവറേജ് മതിയല്ലോ. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് കവറേജ് വേണം നിങ്ങളുടെ ഫേസിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്സോ അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ നിങ്ങളുടെ പിഗ്മെൻറ്റേഷനോ
ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ റെഡ്നോസോ എന്തെങ്കിലും കൺസീലർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പേഴ്സണലി കൺസീലർ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൺസീലർ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കൺസീലർ യൂസ് ചെയ്ത ഭാഗത്ത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐബ്രോസ് ആണ്. നമ്മുടെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. മേബിലിൻ്റെ ഐബ്രോ പെൻസിലാണ്. സോ ഇതും ഒരു അഫോർഡബിൾ പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 349 rupees ആണ്. സോ ഐബ്രോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോ വാക്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്ത് ബിക്കോസ് എനിക്ക് ഐബ്രോസ് കുറവായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലാമിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഐബ്രോ വാക്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ആണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്ലഷ് യൂസ് ചെയ്യാം. നിങ്ങളൊരു ലിക്വിഡ് അല്ലെങ്കിൽ ക്രീം ബ്ലഷ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു ചിക്കിൻ്റോ അല്ലെങ്കിൽ ഒരു ക്രീം ബ്ലഷോ ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പൗഡറിനെക്കാട്ടിലും അതായിരിക്കും ഈസി. ഒരു നാച്ചുറൽ ലുക്ക് തോന്നും. അതേപോലെ തന്നെ ഒരു നാച്ചുറൽ ലുക്കായിരിക്കും ക്രീം ബ്ലഷിന് അല്ലെങ്കിൽ ടിൻസിനൊക്കെ പൗഡറിനെക്കാട്ടിലും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ്, ക്രീം ബ്ലഷാണ്. ഇൻ ദ ഷെയ്ഡ് എനിക്കൊന്ന് 01. സോ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് 01 റോസി ചീക്സ് ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചീക്സിലും നോസിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ നോസിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലഷോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഭയങ്കര നാച്ചുറൽ ലുക്കായിരിക്കും. ഐസും ഭയങ്കരമായിട്ട് എംപ്റ്റി ആയിട്ട് തോന്നത്തില്ല. സോ നമ്മൾ ചീക്സ് എല്ലാം ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐസ് ആണ്. അപ്പോൾ നിങ്ങൾ ഐലൈനർ അല്ലെങ്കിൽ നിങ്ങൾ ഐലൈനറൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്, കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഐലൈനർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാക്സിമം ജെൽ ലൈനർ യൂസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമ്മൾ നോർമൽ ഐലൈനർ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് വിയർക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഫേസ് ഒന്ന് കഴുകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ജെൽ ലൈനർ ആകുമ്പോഴത്തേക്കും വാട്ടർ പ്രൂഫാണ്, അതങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. അതേപോലെ സോ അതാണ് നമ്മുടെ മെയിൻ കാര്യം. പെട്ടെന്നൊന്നും നമ്മുടെ ജെൽ ലൈനർ അങ്ങനെ ഫേസിൽ നിന്ന് പോകത്തില്ല. അപ്പം ഒരു ജെൽ ലൈനർ യൂസ് ചെയ്തു. ഇനി ജെൽ ലൈനർ യൂസ് ചെയ്യാൻ അറിയില്ല, താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് നോർമൽ നമ്മുടെ ഡാസ്ലറിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐലൈനർ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ ജെൽ ലൈനറാണ്. അപ്പോൾ ഐസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. ഐലൈനറോ കാജലോ എന്ത് വേണമെങ്കിലും യൂസ്. ജസ്റ്റ് ഒന്ന് വിങ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഐലും ചെയ്ത് കൊടുക്കാം. സോ 2 ഐസും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മസ്കാര യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് പൊട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൊട്ട് വെച്ചില്ലെങ്കിൽ എൻ്റെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയതുപോലെ ഫീൽ ചെയ്യില്ല. പൊട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത്. അപ്പോൾ നമ്മുടെ ലുക്ക് ഇറക്കുറെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇത് ഭയങ്കര സിമ്പിൾ, അഫോർഡബിൾ ആൻഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ലുക്കാണ്. മോർണിംഗ് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു ലുക്കാണ്. അപ്പോൾ ഇറക്കുറെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ലിപ്സ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. സിൻസ് നമ്മളൊരു കുറച്ച് ക്ലീൻ ആയിട്ടൊക്കെ പോകണമെന്നുണ്ടായത് ജസ്റ്റ് ലൈറ്റായിട്ട് വെച്ചേക്കാം. ഒരു ലിപ് ടിൻറ്റോ അല്ലെങ്കിൽ ലിപ് ഓയിലോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ലിപ് ടിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ലിപ് ടിൻ്റൊന്ന് ലിപ്പിൽ അപ്ലൈ. സോ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ഇത് ജസ്റ്റ് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരുപാട് നേരം നമ്മൾ രാവിലെ പോയിട്ട് ഈവനിങ് ഒക്കെ അല്ലേ വരത്തുള്ളൂ. അപ്പം ആ ജസ്റ്റ് ഒരു ഫുൾ ഡേ ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്
സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ ആണ്. ഇതൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇതിന് എന്തോ 200-300 റേഞ്ചൊക്കെ ഉള്ളൂ. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഹെയർ ഒക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു നോ മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. ജസ്റ്റ് അധികം മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് അഫോർഡബിൾ ആൻഡ് വളരെ കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് രാവിലെ പോകുമ്പോൾ ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മോർ മേക്കപ്പ് ആൻഡ് ബ്യൂട്ടി ആൻഡ് ട്രാവൽ റിലേറ്റഡ് കണ്ടൻസും കൊണ്ട് ഞാൻ സൂൺ വരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കോളേജിൽ വരുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അവർക്കൊക്കെ യൂസ്ഫുൾ ആവും.